ആ ഇലകൾക്കിടയ്ക്ക് മരക്കൊമ്പിൽ മറിഞ്ഞിരുന്നുകൊണ്ട് പാടാൻ തുടങ്ങി. പറയണമെന്ന് രാമൻ്റെ കഥ പറയാം. ദശരഥൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായി. മൂത്തവൻ രാമനാണ്, ഭരതനാണ്, ശത്രുഘ്നനാണ്. അവർ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുമായിരുന്നു. അങ്ങനെ രാജാഭിഷേകത്തിന് സമയമായി. കൈകേയി മാതാവിൻ്റെ ആഗ്രഹപ്രകാരം, അച്ഛൻ്റെ നിശ്ചയപ്രകാരം രാമൻ കാട്ടിലേക്ക് വന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയി എന്ന് കേട്ടപ്പോഴത്തേക്കും സീതാദേവി ഇതെനിക്ക് തോന്നലാണോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഹാലൂസിനേഷൻ, എൻ്റെ തോന്നലാണോ ഭ്രമമാണോ, ഞാൻ ശരിക്കും കേൾക്കണ്ടല്ലോ, എൻ്റെ ഈശ്വര ഇത് ആരെ ഈ പറയണത്, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാലോ എന്ന് പറഞ്ഞ് ദേവി ഇങ്ങനെ അങ്ങോട്ട് ഉറക്കെ പറഞ്ഞു പോയി. അപ്പോഴാ മുഹൂർത്തത്തിലാണ് ആഞ്ജനേയൻ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അമ്മേ ഞാനാ പാടിയത്. ഇപ്പോൾ പേടിയായി. രാവണൻ വേഷം കെട്ടി വന്നാണോ എന്ന് സംശയമായി. അല്ല അമ്മേ, ഞാൻ ശരിക്കും രാമൻ പറഞ്ഞു വിട്ടു വന്ന ആളാണ്, ഇന്ന കാര്യത്തിനാവുന്നു. അമ്മയ്ക്ക് സംശയമുണ്ട്, ഇത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ കൊടുത്ത മുദ്രമോതിരം കാണിക്കണം. ആ സമയത്താണ് ഐഡൻറ്റിറ്റി കാണിച്ചു കൊടുക്കുന്നത്. ഇത്ര കഴിവ് വേണം, ഇത്ര ശക്തി വേണം, ഇത്ര ധീരത വേണം. ദേവിക്ക് സന്തോഷമായി. പിന്നെ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമുക്ക് പിന്നീട് വിവരിച്ചു പറയാം. എല്ലാം കഴിഞ്ഞു. അപ്പോൾ ദേവി അനുഗ്രഹിച്ചു. മക്കൾ പോയിട്ട് വരൂ, പെട്ടെന്ന് ചെന്ന് രാമനെ കൊണ്ടുവരെ, അതുവരെ ഈ പ്രാണൻ ഞാൻ നിലനിർത്താം. സീതാദേവി ചിലവരെ മണ്ടന്മാർ പറഞ്ഞ പോലെ കരഞ്ഞു കഴിക്കുന്ന സ്ത്രീയൊന്നും അല്ല കേട്ടോ, ധീരയാണ്, ശക്തയാണ്, രാവണനെ ഭസ്മീകരിക്കാൻ ശക്തിയുള്ളതാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് വന്ന് കൈകാര്യം ചെയ്യില്ല, എനിക്ക് കൈകാര്യം ചെയ്യാനില്ല എന്ന ഭാവത്തിലാണ് ദേവി ഇരുന്നത്. അതുകൊണ്ട് ഒരു സീത എപ്പോഴും സങ്കടപ്പെട്ട ഒന്നുമല്ല, അതിധീരയാണ്. അതിനങ്ങനെ ഞാൻ സമയമുണ്ടെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞിട്ട് ഹനുമാൻ ഇനി എന്ത് ചെയ്യണം? ഇനി രാവണനെ കാണണം. ഇവിടെ വന്നു കാര്യങ്ങളെ കണ്ടു. ഇനി അവിടെ ചെല്ലുമ്പോൾ രാമൻ ചോദിക്കില്ലേ, ആഞ്ജനേയ ദേവിയെ കണ്ടു. എങ്ങനെയുണ്ട് ലങ്കയിലെ വിശേഷം? അപ്പോൾ ലങ്കയിലെ വിശേഷം പറയണ്ടേ. അപ്പോൾ രാവണൻ്റെ കൊട്ടാരത്തിലെത്തണം. എന്താ ഒരു എളുപ്പ വഴി? ഞാൻ ആരോട് വഴി ചോദിക്കാനാ? അപ്പോൾ എളുപ്പ വഴി, ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്താ? നമ്മൾ നടുറോഡ് ചെന്ന് ചുമ്മാ ഒച്ചപ്പാട് ഉണ്ടാക്കിയാൽ പോലീസുകാർ വന്നു കൊണ്ടുപോകുള്ളൂ. ഒരു വഴി ആരോട് ചോദിക്കണ്ട. ഇതുപോലെ ഇങ്ങനെ അവിടെ രാവണൻ പരിപാലിച്ചിരുന്ന ഒരു ഉദ്യാനത്തിൽ പൂന്തോട്ടത്തിൽ അടിച്ച് പൊടിച്ച് തകർത്തു. പട്ടാളക്കാരെത്തി, വന്നവന് മുഴുവൻ തല്ലിക്കൊന്നു. വാർത്ത കൊട്ടാരത്തിലെത്തി. അദ്ദേഹം അവിടെ നിന്ന് ഇളയ പയ്യനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അക്ഷകുമാരൻ വരുന്നു. അക്ഷകുമാരൻ യുദ്ധം ആരംഭിച്ചു. ഒരമ്പ് കൊണ്ട് വാല കൊണ്ട് നൊന്തു ഒരു മരം പറഞ്ഞു ഒരൊറ്റ അടി എടുത്തു. അക്ഷകുമാരൻ സ്വാഹ. വിവരം രാവണൻ അറിഞ്ഞു. രാവണൻ കുറെ കിടന്ന് കരഞ്ഞു. അപ്പോൾ രണ്ടാം മൂത്തപുത്രം വന്നു, ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചവനാണ്. മേഘനാഥൻ ജനിച്ചപ്പോൾ ഇടിമുഴങ്ങണ ശബ്ദമായിരുന്നു, അതുകൊണ്ട് മൂപ്പർക്ക് ആ പേര് വന്നത്. അപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ പിടിച്ചുട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചുട്ടി ഇവിടെ വന്നു. യുദ്ധം ആരംഭിച്ചു. ആഞ്ജനേയന് കൈകാര്യം ചെയ്യാനൊന്നുമില്ല. പിന്നെ എന്നാലും കുറേയൊക്കെ പിള്ളേർ കളിച്ചു. അവസാനം ഇദ്ദേഹം ഇതെന്താ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുകയാണ്. ഈ ബ്രഹ്മാസ്ത്രം ആസ്ത്രങ്ങളുടെ അവസാനമാണ്. അതുകൊണ്ട് അതിനെല്ലാവരും ബഹുമാനിക്കും. അപ്പോൾ ആഞ്ജനേയൻ വിചാരിച്ചു, എന്നാൽ ആയിക്കോട്ടെ, ഇന്ന് കീഴടങ്ങി കൊടുത്തേക്കാം, ഇത് ഇദ്ദേഹത്തെ ബാധിക്കില്ല. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധിതനാവുകയാണ്. ആ അസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദിവ്യാസ്ത്രം കൊണ്ട് നമ്മളെ ബന്ധിച്ചാൽ വേറെ വല്ല കയറിട്ട് കെട്ടി അപ്പോൾ ആ കെട്ട് മറ്റേ കെട്ട് അഴിഞ്ഞു പോകും. അത് ഈ ശാസ്ത്രം അറിയാവുന്നവർക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഈ രാക്ഷസന്മാർക്ക് ഉമ്മർക്ക് പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്. ഈ ബഹളം ഉണ്ടാക്കി നടക്കണവന്മാരല്ലേ, ഇവരൊന്ന് കണ്ട കാട്ടുപള്ളി കൊണ്ടൊക്കെ പിടിച്ച് കെട്ടിയപ്പോൾ ഈ മറ്റേ എന്താ അഴിഞ്ഞു. അപ്പോൾ ആഞ്ജനേയൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. യുവമാരെന്നെ ചോന്നുകൊണ്ടൊക്കെ അവിടെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഈ ചാട്ടമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ. പിന്നെ യുവമാരെല്ലാവരും കൂടെ ചോന്നുകൊണ്ടാണ് പണി. ഒരു ഫ്രീ ലിഫ്റ്റ്. അങ്ങനെ കൊട്ടാരത്തിലെത്തി. അവിടെ ചെന്നു. രാവണന് അഭിമുഖം കൊണ്ടു. അവിടെ കുറേ സംഭാഷണമൊക്കെ ഉണ്ട്. കമ്പര് പറയും, തൻ്റെ വാല് വളച്ച് ചുറ്റി അതിൻ്റെ മുകളിൽ കസേര ഇട്ടിരുന്ന് അതിൻ്റെ മുകളിൽ കയറുന്ന രാവണനേക്കാൾ ഒരടി മുകളിൽ കയറിയിരുന്നു. ഞാൻ മോശക്കാരനല്ലടാകുന്നുണ്ട്. അവിടെ ചെന്നിരുന്നു. അപ്പോൾ ആരാടാ നീന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരമാണ് ഗംഭീരം. സത്യസായിബാബു എപ്പോഴും പറയും, ഇങ്ങനെയാണ് ഉത്തരം പറയാൻ. എന്താ പറയുക? ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ അക്ലിഷ്ടകർമ്മണ. ലളിതാർത്ഥം, ഞാൻ രാമൻ്റെ ദാസൻ. എങ്ങനെയുള്ള രാമൻ? എന്തു കർമ്മവും നിസ്സാരമായി ചെയ്തു തീർക്കാൻ പറ്റുന്ന ആ ധീരനും വീരനും ശൂരനായ രാമൻ്റെ ദാസനാണ് ഞാൻ. ഈ ഭാവം നമുക്ക് വേണം. നമ്മൾ ഈശ്വരൻ്റെ സന്താനമാണ്, ഈശ്വരൻ്റെ കുട്ടിയാണ്, ഈശ്വരൻ്റെ ദാസനാണ്. ആ ദാസത്വം ശക്തിയാണ്, ധൈര്യമാണ്, ധർമ്മമാണ്. അതിൽ വേണം നമ്മൾ അഭിമാനം കൊള്ളാനായിട്ട്. ആ അഭിമാനം ആഞ്ജനേയനോ പറഞ്ഞു. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഉണ്ടാക്കി. പിന്നെ കൊന്നുകളയാൻ പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, അതൊന്നും ചെയ്യേണ്ട, ഈ കുരങ്ങന്മാർക്ക് ശക്തി വാലല്ല, അതിന് തീ കൊളുത്തിയാൽ മതി പറഞ്ഞു. അങ്ങനെ ആ വാലയിട്ട് കത്തിച്ചു. പിന്നെ അറിയാലോ, ഒരു ചാട്ടം 4 ചാട്ടമൊക്കെ ലങ്കയൊക്കെ ക്ലീൻ ഒരു മിസൈൽ വർഷം. ഇപ്പോൾ യുദ്ധം നടക്കണല്ലേ, ടപ്പേന്ന് പറഞ്ഞ് ഫ്രീ മിസൈൽ അടിച്ചു. എല്ലാം കത്തിച്ചിട്ട് വാലും കിടത്തി സീതാദേവിയുടെ അടുത്തിരുന്നുണ്ട്. അമ്മേ ഞാൻ ഇനി പോയിട്ട് വരാം,
എൻ്റെ മക്കളെ ഇനി എന്നാ വന്നപ്പോൾ ദേവിക്ക് സങ്കടമായി, നീ പോയി എനിക്ക് ആരുള്ളേ, എന്നൊരു കാര്യം ചെയ്യൂ, അമ്മ എൻ്റെ പുറത്ത് കയറിക്കോളൂ, ഒറ്റ ചാട്ടത്തിന് ഞാൻ രാമൻ്റെ സന്നിധിയിലെത്താം. ഇപ്പോഴത്തെ സീതാമാരാണ് എന്ത് ചെയ്യും, എൻ്റെ പൊന്നു മക്കളെ രക്ഷപ്പെട്ടു എന്ന് അപ്പം ചാടിക്കയറും. സീതാദേവിയുടെ ധൈര്യമാണ്. സീതാദേവി എന്താ പറയുന്നതോ, എന്നെ ഇങ്ങോട്ട് കട്ടുകൊണ്ട് വന്നു, മക്കളുടെ പുറത്ത് കയറി ഞാൻ അങ്ങോട്ട്, രാമൻ ആരോ വിട്ടൊരു വാനരനെ വിട്ട് എന്നെ അങ്ങോട്ടും കട്ടുകൊണ്ട് പോയി എന്ന് വരില്ലേ പറയുള്ളൂ. രാമന് നാണക്കേടാണ്. ഞാൻ കാത്തിരിക്കാം, രാമൻ ധീരന്മാരെ പോലെ കടൽ വറ്റിച്ച് കടന്നു വന്ന് എന്നെ രാവണനെ വധിച്ച് വീണ്ടെടുക്കട്ടെ. അതാണ് ഇക്ഷാകു വംശത്തിന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് കീർത്തി ഉണ്ടാക്കുക. അതുവരെ ഞാൻ കാത്തിരിക്കാം. അത്ര ധൈര്യം എന്നാലോചിച്ച് നോക്കൂ. പിന്നെ ഒരു കാര്യം പറയണ്ട്, മക്കളെ ഞാൻ ഇന്നേ വരെ അന്യപുരുഷന്മാരെ തൊട്ടിട്ടില്ല. ഇങ്ങോട്ടന്നെ ബലമായിട്ട് എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ നിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ പുറത്ത് കയറി വരുമ്പം ആൾക്കാർ കാണില്ലേ, നിനക്ക് ഞാൻ അമ്മയാണെന്നും നീ എനിക്ക് പുത്രനാണെന്നും നമുക്ക് രണ്ടുപേർക്കല്ലേ അറിയുള്ളൂ. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നെ വേണം ജീവിക്കാൻ. നമ്മൾ കോളേജ് ക്ലാസ്സിലൊക്കെ കുട്ടികളെ കൂടെ അടക്കം പറയില്ലേ, കസിൻ സിസ്റ്ററാ, കസിൻ ബ്രദറാന്ന്. അങ്ങനെയല്ല, ലോകത്തെ ബോധിപ്പിച്ച് വേണം ലോകത്തിൽ ജീവിക്കാൻ. അതായത് ചില ധർമ്മങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തി തന്നെ വേണം. അപ്പോഴാണ് എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചവിടെ ചെല്ലുന്നു. പിന്നെ രാമനെ കാണുന്നു. കഥക്കാരൻ രാമൻ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട്, ആഞ്ജനേയ എന്താ ഇപ്പം നിനക്ക് ഞാൻ തരിക, ഞാൻ എന്നെ തന്നെ നിനക്ക് തരിക കേട്ടോ എന്ന് കെട്ടിപ്പിടിക്കുക. ഇവിടെ എഴുത്തച്ഛൻ പറയും, ഓ ഇതിനേക്കാ വലിയ മഹാഭാഗ്യം ആർക്കാ കിട്ടാനുള്ളത്. ഈ ആഞ്ജനേയനെ പറ്റി നിരന്തരം നമ്മൾ സ്മരിച്ചാൽ, ആ കഥകളിലൂടെ പോയാൽ ചുരുക്കിയാ പറഞ്ഞത് പോയിട്ടുണ്ടെങ്കിൽ, ബുദ്ധി ബലം, ബുദ്ധിർബലം, യശസ് ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഡ്യം, വാക്പടുത്വം, ഇത്ര നമുക്ക് കിട്ടും. ഇങ്ങനെ മിടുക്കന്മാരും മിടുക്കികളായി നിങ്ങൾ മാറണം. നമസ്തേ.